നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ഹായ് ഫ്രണ്ട്സ്, കഥകളും നിറങ്ങളും കൗതുകങ്ങളും അടങ്ങിയ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാഴ്ചകൾ കഥ പറയുമ്പോൾ നമുക്ക് രസം മാത്രമല്ല കിട്ടുന്നത്, നല്ല സന്ദേശവുമാണ്. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പുതിയ കഥയുമായി. കാട്ടിലെ കൂട്ടുകാർ. മനുഷ്യൻ ഭൂമിയിലെ അത്യുന്നതനായ ജീവിയാകുന്നു. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് വായു, വെള്ളം, പിന്നെ വായു, വെള്ളം, വസ്ത്രം, പാർപ്പിടം. മനുഷ്യൻ ഭൂമിയിലെ അത്യുന്നതനായ ജീവിയാകുന്നു. ഭൂമിയിലെ മനുഷ്യന് ആവശ്യമായിട്ട് വരുന്ന അടിസ്ഥാന ഘടകങ്ങൾ വായു, വെള്ളം, മണ്ണ്, പാർപ്പിടം, വസ്ത്രം. മനുഷ്യരെ ഓർമ്മയിലിരിക്കുന്നില്ലല്ലോ. സാറ് വരാത്തത് കൊണ്ടാ നമുക്കിപ്പോ പുറത്തിരുന്ന് പഠിക്കേണ്ടി വന്നത്. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ടാകും പിയും ചേട്ടൻ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ക്ലാസ് റൂം തുറന്നിരുന്നെങ്കിൽ അകത്ത് കയറി സ്വസ്ഥായിട്ട് പഠിക്കായിരുന്നു. ശരിയാ പീലി, ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ കപിലും ഗംഭീരും വന്നിട്ട് എവിടെ പോയെന്ന് പോലും അറിയില്ല. അവര് ചിലപ്പോ എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുന്നുണ്ടാകുമെന്നേ. കോൺസെൻട്രേഷൻ കിട്ടാൻ ഒറ്റയ്ക്കിരിക്കുകയായിരിക്കുന്നു. അവരിപ്പോ വീട്ടിലെത്തി കാണും. ഏയ് വീട്ടിലെന്തായാലും പോകില്ല. സ്പെഷ്യൽ ക്ലാസ് കട്ട് ചെയ്തെന്ന് അറിഞ്ഞാ വീട്ടിൽ കയറ്റില്ലല്ലോ. എന്തായാലും അമ്മ സാറ് വരുമ്പോഴേക്കും വന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വഴക്ക് കേൾക്കും. കേൾക്കട്ടെന്ന്. ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാതെ നടക്കുന്നവർക്ക് വഴക്ക് കേൾക്കണം, പണിഷ്മെന്റും കിട്ടണം. അങ്ങനൊന്നും പറയരുത്. അവര് നമ്മുടെ കൂട്ടുകാരല്ലേ. സംഗതി ശരി തന്നെ, പക്ഷെ തെറ്റ് ചെയ്തവരുടെ കൂടെ നമ്മൾ നിൽക്കരുത്. ശരിയാ പീലി പറഞ്ഞത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ മുതിർന്നവര് നമ്മളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും. നിങ്ങൾ എവിടെ പോയതാ? കപിലേ, നിങ്ങളോടാ. നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങളോ? അതെ നിങ്ങൾ തന്നെ. എന്താ ചെവിയൊന്നും കേൾക്കൂലേ? ഒരുമാതിരി ആളെ കളിയാക്കണ വർത്തമാനം പറയരുത് കേട്ടാ. ഞങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓ, ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ വീട്ടിൽ പോയി കാണുമെന്ന്. ഞങ്ങൾ അപ്പുറം ഇരുന്ന് പഠിക്കുകയായിരുന്നു. നീ ഞങ്ങള് അപ്പുറം ഇരുന്ന് സ്വസ്ഥായിട്ട് പഠിക്കായിരുന്നു. പഠിക്കുന്നു. എന്താ ഉണ്ടായതെന്ന് ആർക്കറിയാം. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചേച്ച് വരാം. വേഗം വരണേ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തായാലും പഠിച്ചതല്ല, വേറെന്തോ തരികയാ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇത് ശരിയല്ല. നീ മോട്ടും കുറെ നേരമായിട്ട് തുടങ്ങിയിട്ട്. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ ഒന്ന് സമാധാനിക്കുന്നേ. ക്ഷമിക്കണം കുട്ടികളെ, ഞാൻ അല്പം വൈകി. കാത്തിരുന്ന് മുഷിഞ്ഞു. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ ക്ലാസ്സിലേക്ക് ശരി സാറേ. ഞാൻ വരുമ്പോഴേക്കും അടുത്ത പാഠത്തിലെ കണക്ക് ചെയ്യൂ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്തു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. എങ്കിൽ ക്ലാസ് റൂമിലേക്ക് ചെല്ലു. ശരി സാറേ. നമുക്ക് ഇവരെ കൂട്ടൊന്നും കൂടണ്ട. ഇവരെന്തെങ്കിലും ചെയ്യട്ടെ. മോട്ടുവിന്റെ ബാഗ് ഞാൻ എടുക്കുന്നില്ല. ഞാൻ അവള് വന്നിട്ട് തെരഞ്ഞാലോ? ചെയ്തത്
സുഹാന സഫർന ഹരേ ജിന്ദഗി. സാറേ സാറ് സ്കൂളിലേക്കാണോ? അതെ അതെ, അല്പം വൈകി. ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു സാറേ. ഞാൻ അല്പം തിരക്കില്ല. എന്താ ലംബു? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വൈകുന്നേരം സംസാരിച്ച പോരെ? ഇപ്പൊ തന്നെ ഞാൻ വളരെ ലേറ്റാ. പിന്നെ സാറേ, സ്റ്റുഡൻസിനെ പറ്റിയൊരു കംപ്ലൈന്റാ. കംപ്ലൈന്റോ? എന്താണ് എന്താണ് ഉണ്ടായത്? സാറേ, ആ കപിലും ഗംഭീറും സാറിന്റെ സ്കൂളിലല്ലേ പഠിക്കുന്നത്? അതെ, എന്റെ സ്കൂളിലാ. തന്നെയുമല്ല, അവർ എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസാ. സാറേ, ഇന്നലെ അവരെന്റെ ഷോപ്പിൽ നിന്നും വലിയൊരു പർച്ചേസ് നടത്തി. ഇന്നലെയപ്പോ? സാറേ, ഇന്നലെ രാവിലെ. അതവരായിരിക്കില്ല. അതെ സാറേ, അവർ തന്നെ. അവരിന്നലെ എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നുവെന്ന്. അല്ല സാർ, ഞാൻ സത്യമാ പറയുന്നത്. ഒരു വൻ തുകയ്ക്കാ പർച്ചേസ് നടത്തിയത്. ഓഹോ, എന്താണ് അവർ പർച്ചേസ് ചെയ്തത്? ഏറ്റവും വില കൂടിയ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, വീഡിയോ ഗെയിംസ്, കോമിക് ബുക്സ്. എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഇന്നലെ അവര് രണ്ടുപേരും സ്കൂളിലുണ്ടായിരുന്നു. സാറേ, ഞാൻ സത്യമാ പറയുന്നത്. അവർക്ക് എവിടുന്ന ഇത്രയും പണം? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി സാറേ, എന്നാ ഞാൻ അങ്ങനെ പോയിക്കോട്ടെ. ലംബു ചെല്ലേ, ഞാനേ വൈകുന്നേരം ഷോപ്പിലേക്ക് ശരി ശരി ശരി, ആയിക്കോട്ടെ. എന്നാലും ഈ കുട്ടികള് ഇന്നലെ സ്കൂളിലുണ്ടായിരുന്നില്ലേ? പക്ഷേ ലംബുക്ക് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രമാത്രം സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് എവിടെ നിന്നാ ഇത്രയും അധികം പണം കിട്ടുന്നത്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതാണ് ദൈവം മറ്റു പല രൂപത്തിലും പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നത്. ശരിയാ, വഴിന്ന് കിട്ടിയ പേഴ്സ് ഏതായാലും ഒരു റോമിംഗ് പാർട്ടിയുടേതാ. അതിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വരെയുണ്ട്. ആ പീലിയും പപ്പീസും ഒക്കെ നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചെന്നാ തോന്നണേ. സംശയം കേട്ടാ, അവന്മാര് തീർത്തും വിശ്വസിച്ചിട്ടൊന്നുമില്ല. അയ്യോ, ഇനി വമ്പൻ സാറിന് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ? വമ്പൻ സാറ് വരുമ്പോഴേക്കും നമ്മള് തിരിച്ചു വന്നില്ലേ? പിന്നെ നമ്മള് മുങ്ങിയത് അവരാരും പറഞ്ഞിട്ടില്ലെന്ന്. എന്തായാലും പേഴ്സിലെ പണം കഴിയുന്നത് വരെ നമ്മുടെ കാര്യം കുശാല. നാളെ നമുക്ക് റോക്ക് മോളിൽ പോയി കുഴിമന്തി കഴിച്ചാലോ? തൽക്കാലം ഇപ്പോഴത് വേഗം കഴിക്കും. സ്കൂളിലെത്താൻ വൈകിയ അവന്മാര് നമ്മളെ കുഴിമന്തിയാക്കും. ഓ, ഇന്നിനി മതി. എങ്കിൽ പോകാം നമുക്ക്. പേഴ്സ് നിന്റെ കയ്യിലില്ലേ? ഓ, അത് നോക്കട്ടെ. നോക്ക്. ആവൂ, നമ്മുടെ ലക്കി മണി ട്രഷർ. അതാണ് കാര്യം. എന്തായാലും ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ ബാക്കിയായല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? കളയാൻ തോന്നുന്നുമില്ല. അതെ, നമുക്ക് ഇവിടെ എങ്ങനെ ഒളിപ്പിക്കാം, പിന്നീട് വന്ന് കഴിക്കാമെന്നേ. പറഞ്ഞത് ശരിയാ. ഇപ്പൊ എവിടെ ഒളിപ്പിക്കാനാ? നമുക്ക് നാളെ ഒന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. മറിഞ്ഞു വേണ്ട നോക്കണേ. ഇനി പാർക്കൊന്നും മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി ചെയ്യാം. ഈ ഓടി എടുത്തൊന്ന് മറച്ചു വെക്കാം. അപ്പോ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. വീണു വീണു. പതിയൊന്ന് ഓക്കെ ഓക്കെ. ഐഡിയ. ഇനി നാളെയും നമ്മുടെ കാര്യം കുശാലാണ് കേട്ടോ. നടക്ക നടക്ക നടക്ക. നാളെ വന്നൊരു കലക്ക് കലക്ക്. അപ്പോ ലംബ പറഞ്ഞത് സത്യമാ. എന്തായാലും ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ വിട്ടാ പോരല്ലോ. ഇതൊക്കെ എടുക്കാം. ഒരു തെളിവ് കയ്യിലിരിക്കട്ടെ. ഞാൻ കരുതിയത് തല്ലിപ്പൊളി പടമാണ്. ഇതറിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. പറയാനുണ്ട്.
സാറ്. സാറിന്റെ കയ്യിൽ എന്തോ പൊതിയുണ്ടല്ലോ. എന്താണാവോ? ചിലപ്പോ സാറിന്റെ ബർത്ത്ഡേ ആയിരിക്കും. എന്റെ ദൈവമേ, വയറ് ഫുള്ളാണല്ലോ. ഈശ്വര, ഇത് ഞാൻ എങ്ങനെ തിന്നും? അതെന്താ? ഞങ്ങള് കഴിച്ചോളാം. ദേ സാറ് വന്നു. സാർ. മോർണിംഗ് Morning, സാർ. സാർ. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് താങ്ക് മോർണിംഗ്. യു സാർ. Thank you, സാർ. ഓ ശ്ശോ, അതൊക്കെ ഇപ്പൊ താഴെ പോവല്ലോ. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഏം, ഈ പൊതി എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിനക്ക് തോന്നിയതാണ്. മിണ്ടാതിരിയടാ. മക്കളെ, നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഓ, കാര്യമായ കാര്യമാ. ആ ഇതെന്താണെന്ന് അറിയാമോ? അത് സാറില് കൊണ്ടുപോയി നമുക്കിങ്ങനെ Fruits അല്ലേ? മിഠായിയുണ്ട്. ഇത് ഒരു തെളിവാണ്. തെളിവ്. ഇതെന്താ കോടതി? എന്ത് തെളിവ്? മനസ്സിലായില്ലല്ലേ? നിങ്ങളിൽ ചിലർ ചെയ്ത തെറ്റിന്റെ തെളിവ്. തെറ്റ് ചെയ്തവർക്ക് ഇപ്പൊ മനസ്സിലായി കാണും അല്ലേ? അതാരാ? തെറ്റെല്ലാവർക്കും സംഭവിക്കും. പക്ഷേ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കുവാനും ശ്രമിക്കണം. എടാ, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്പെഷ്യൽ ക്ലാസ്സിന് വന്നപ്പോ ക്ലാസ് തുറന്നില്ല. ഞങ്ങൾ കളിക്കാമെന്ന് കരുതി ഗ്രൗണ്ടിൽ പോയി. അപ്പോഴാ മക്കളെ, നിങ്ങൾ എങ്ങനെ ചെയ്തു, എന്തു ചെയ്തു എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടേതല്ലാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. അത് തെറ്റാ. അന്യന്റെ സാധനങ്ങൾ അത് എത്ര വില പിടിച്ചതോ വില കുറഞ്ഞതോ ആയിക്കോട്ടെ, അത് അപഹരിക്കുന്നത് തെറ്റാണ്. സാർ, ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല സാറ്. ആ നിങ്ങൾ വൈകുന്നേരം എൻ്റെ കൂടെ വരണം. ആ പേഴ്സിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചു കൊടുക്കണം. അയ്യോ, ഞങ്ങൾ അതിൽ കുറെ പണം ചെലവാക്കി പോയി. സാരമില്ല, ഞാൻ തിരിച്ചു വെച്ചോളാം. ഈശ്വര, സാറ്. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചു വളരേണ്ട മക്കളാണ് നിങ്ങൾ. സ്വന്തം അധ്വാന ഫലം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് മറ്റൊരുവന്റേത് കൈവശപ്പെടുത്താതെ ജീവിക്കേണ്ടവർ. അങ്ങനെയായിരിക്കണം നിങ്ങൾ എല്ലാവരും. തീർച്ചയായും സാർ. ഇത്രയും നല്ല തീരുമാനം എടുത്തതിന്റെ ആനന്ദം മധുരം കഴിച്ച് ആഘോഷിക്കാം. കപിൽ, ഇതാ നിങ്ങൾ വാങ്ങിയ ഈ മധുരം എല്ലാവർക്കുമായി പങ്കുവെക്കും. വെരി ഗുഡ് സാർ. ആ ഗംഭീർ. ആ മടിച്ചു നിൽക്കണ്ട, എനിക്ക് കൂടുതൽ ഒരു പാട്ട് പാടാം. കൊണ്ടുവാ. കേക്കട്ടെ. ആ, ഗംഭീര പാട് പാട്. ഒരു ജന്മം, ഒരേ ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവഹിതത്തിൽ ജീവിച്ച ഈ ഭൂവിൽ ഈ ജന്മം സൗഭാഗ്യസുന്ദരമീ ജന്മം. ഒരു ജന്മം, ഒരേ ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. കൊള്ളാല്ലേ? നമ്മൾ കാണുന്ന കഥകൾ നല്ലതാണെങ്കിൽ നമ്മുടെ മനസ്സും നല്ലതായിത്തീരും. നല്ല മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല പാഠങ്ങളുമുണ്ട്. നമുക്ക് കാണാം മാണിക്കച്ചെപ്പ്.
വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. സാധാരണ ദിവസം നിങ്ങൾ വീട്ടിൽ വരത്തത്തില്ലേ, അതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക. എല്ലാവരും പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയാകും. അപ്പോൾ പേപ്പർ എടുത്തതിന് ശേഷം പേപ്പർ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുക. ഇനി ചെയ്യേണ്ടത് പേപ്പർ നേരെ നിങ്ങളിങ്ങനെ മടക്കുക. പേപ്പറിൻ്റെ നടുവിൽ കൂടെ ഒരു വര ഉണ്ടാവില്ല, ആ വരയിൽ കൂടെ മടക്കുക. മടക്കിയതിന് ശേഷം ഈ മടക്കിയ ഭാഗം മുകളിൽ വരുന്ന പോലെ ഇങ്ങനെ പേപ്പർ പിടിക്കുക. ഇതിന് ശേഷം ചെയ്യേണ്ടത് ഈ പേപ്പറിൻ്റെ നടുക്കൂടെ ഒരു വരയുണ്ട്, അത് പേപ്പറിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വക്കിനെ നിങ്ങൾ ഈ നടുക്കുള്ള വരയിലേക്ക് മടക്കുക. എവിടെയെങ്കിലും വെച്ച് മടക്കുന്ന കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ ഭാഗവും കൂടെ ഇങ്ങോട്ട് മടക്കുക. എന്തായി? ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പേപ്പർ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, ഇപ്പം താങ്കി കഴിഞ്ഞാൽ ഈ പേപ്പറിൻ്റെ താഴെ 2 കടലാസ് ഉണ്ട് അല്ലേ, 2 ലെയറുണ്ട് പേപ്പർ. അപ്പം അതിൽ ഒരു ലെയർ മാത്രം എടുത്തിട്ട് നേരെ മുകളിലേക്ക് മടക്കണം. ഇതാ ഇങ്ങനെ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ലെയർ മാത്രം എടുത്തിട്ട് മുകളിലേക്ക് മടക്കണം. ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ഇപ്പം പേപ്പർ ഉണ്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനെ മൊത്തത്തിൽ ഇങ്ങനെയൊന്ന് തിരിക്കണം. അതായത് ഇതുവരെ നിങ്ങൾക്ക് അഭിമുഖമായിരുന്ന വശം നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മേലാത്തതായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇപ്പം നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇടത്തും വലത്തുമുള്ള വാക്കുകളെ, അതായത് ഇടത്തും വലത്തും എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എൻ്റെ വലത്ത് വക്ക്, ഇത് എൻ്റെ ഇടത്ത് വക്ക്, ഈ 2 വാക്കുകളെ നമ്മൾ നടുക്കുള്ള ലൈനിലേക്ക് മടക്കണം. റെഡിയല്ലോ എല്ലാവരും മടക്കാൻ? ശരി, അപ്പോൾ നമുക്ക് മടക്കാം. മറുവക്കിനെയും വടക്കോട്ട് മടക്കുക. ഈ ഒരു ആകൃതിയായിരിക്കും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുക. ഇനി അവസാനമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെയുള്ള പേപ്പറിൻ്റെ ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ കൈകൊണ്ടെടുത്തിട്ട് നേരെ മുകളിലേക്ക് വയ്ക്കുക. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കൈയിടുക. അപ്പോൾ ഈ കയ്യിലിടുമ്പോൾ ഒരു പോക്കറ്റ് പോലെ നിങ്ങളുടെ കൈ അതിനകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ അതൊന്ന് വിടർത്തുക. അതിനുശേഷം ഇത് ഇങ്ങനെ വിടർത്തി കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് നിങ്ങളുടെ തലയിലേക്കൊന്ന് വെച്ചേ. എങ്ങനെയായി? അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? അപ്പം നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വരാം. എന്തായിരുന്നു നമ്മളിന്ന് പറഞ്ഞ ചിന്താവിഷയം? ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു അല്ലേ? അപ്പോൾ എന്താ ഈ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ചില ആളുകളെ പറ്റി പറയാറില്ലേ, ഇപ്പം നല്ല കുടിയനായിട്ടുള്ളൊരു പിതാവാണെങ്കിൽ അപ്പോൾ അവൻ്റെ മകനും ഇങ്ങനെ കുടിയനായി കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത്? പിതാവിൻ്റെ അതേ സാദൃശ്യത്തിലാണ് മകൻ എന്ന് പറയും, അല്ലെങ്കിലല്ലേ? അപ്പം ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മൂക്കും കണ്ണും വായും എല്ലാം കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പോലും ദൈനംദിന ജീവിതത്തിൽ പറയുമ്പം എന്നാ പറയുന്നത്? ഒരാളുടെ സാദൃശ്യത്തിലും മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവ സവിശേഷതകളോടെ ആണ് മറ്റേയാളെന്നാണ്. അയാളെ വെച്ച് വാർത്തതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളോട് അല്ലേ? ദൈവത്തിൻ്റെ കഴിവുകളോടുകൂടി. അപ്പം നമ്മളിലെല്ലാവരും ഉള്ളത്, നമ്മളിലെല്ലാത്തിലും, നിങ്ങളിൽ ഓരോരുത്തരും ഉള്ളത് എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം കഴിവുകളാണ് നിങ്ങളിലുള്ളത്. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് നിങ്ങളിലുള്ളത്. അപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് ആ ഒരു തിരിച്ചറിവിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ അതേ കഴിവുകളോടെ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണെന്ന്? സാധാരണഗതിയിൽ ഒരു രാജാവിൻ്റെ പുത്രൻ സ്വാഭാവികമായിട്ട് എന്താകുന്നത്? രാജകുമാരനാകും അല്ലേ? അപ്പം ദൈവത്തിൻ്റെ കഴിവുകളോടെ ദൈവം സൃഷ്ടിച്ച ഒരാൾ എന്താകുന്നത്? ദൈവത്തിൻ്റെ പുത്രനാകും. അപ്പം ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആണ്.
അപ്പം നമുക്ക് എന്നാ പറ്റിയിരിക്കുന്നത്? നമ്മളെല്ലാം ഇക്കാര്യം മറന്നുപോയി. നമ്മളെല്ലാം ഒരു രാജാവിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണെന്നുള്ളത് അങ്ങ് മറന്നു കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ പിച്ചപാത്രവുമായിട്ട് നടക്കുകയാണ്, അല്ലേ? ഒരു ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അയ്യോ, എന്നെ കണ്ട് അതിന് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ തളർന്ന് പോവുക നമ്മൾ ചെയ്യാറുള്ളത്. അതാണോ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള മാർഗം? യഥാർത്ഥ രാജാക്കന്മാരെന്താണ് ചെയ്യുന്നത്? അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ സ്വയം അത് പരിഹരിക്കാൻ നോക്കും, അല്ലേ? എന്നാൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? അയ്യോ, എനിക്ക് പ്രശ്നമുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വല്ലവരുടെ അടുത്ത് പോകാൻ നോക്കും, അവിടുത്തെ ചെയ്യാൻ നോക്കും, ഇത് ചെയ്യാൻ നോക്കും. നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. പരീക്ഷയ്ക്ക് ഇച്ചിരി പ്രയാസമുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് പ്രശ്നം? അയ്യോ, ഞാൻ പഠിക്കാത്തതാണേ എന്ന് പറഞ്ഞ് കരയും. നമ്മളോടൊരു കൂട്ടുകാരൻ പിണങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? അയ്യോ, അവൻ പിണങ്ങി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മളോട് മോശമായിട്ടൊരു കാര്യം പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓ, അവൻ അങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനായ ദൈവത്തോട് അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുമ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലുള്ള സൃഷ്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലായ്പ്പോഴും എല്ലാത്തിൻ്റെയും നന്മ കാണാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയാണ് ദൈവത്തിന് നമ്മളെ കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും നോക്കുമ്പോഴും നമുക്ക് അവരിൽ കാണാൻ കഴിയേണ്ടത് അവരുടെ ഏറ്റവും വലിയ സാധ്യതയാണ്. മറ്റുള്ളവരെ നോക്കുമ്പോൾ മാത്രമല്ല, നമ്മളെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയാണ്. അപ്പം നിങ്ങൾ ഈ കിരീടം വെക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട അരുമ സന്താനമാണ്. നിങ്ങൾ മഹാനായ ഒരു രാജാവിൻ്റെ പുത്രനോ പുത്രിയോ ആണ്. അപ്പം ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്, ഞാൻ ഇനി എൻ്റെ പിതാവിൻ്റെ അഭിമാനത്തിന് അനുയോജ്യമായ രീതിയിൽ ഞാൻ ജീവിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് എന്നെ തളർത്താൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും അത് തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, ഇത് തലയിലിരിക്കുന്നിടത്തോളം കാലവും എപ്പോഴും നിങ്ങൾ ഇത് ഓർക്കുക. കൂടാതെ ഇത് നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കാൻ മറക്കരുത്. പഠിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറയണം, അവരും ദൈവത്തിൻ്റെ അരുമ സന്താനങ്ങളാണ്. ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളോടും കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ കൂട്ടുകാരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ആക്ടിവിറ്റിയുമായി, പുതിയൊരു ചിന്താവിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മാണിക്കച്ചപ്പ് കാണിച്ചിരുന്നത് നിങ്ങളും ഉണ്ടാക്കി കാണുമല്ലോ. ഈ ആഴ്ചയിലെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇതാ അഭിപ്രായം എഴുതിക്കൊണ്ടുള്ള ഒരു കത്ത്. എഴുതിയിരിക്കുന്നത് ഡാനിയ തെരേസയാണ്. വായിക്കാല്ലേ? ഡിയർ ജീസസ് കിഡ്സ് and my friends, I love watching Jesus Kids and till now I haven't missed any of the shows. Even it missed of the Sunday, I feel the repetition of the shows on the Thursday 6 p.m. I like Katile Kuttikar because it gives us moral and good values to be practiced in our life. It's even is Chitrashala because the painting of artist Devasya was very beautiful. About my drawing at depicts and create of mountains, hills, skies, flowers and animals by God. The cloud might draw Adam even because they were very hard and draw. For me stop your have like this drawing and main. Your faithfully Dania Teresa. നിങ്ങൾക്കും അയക്കാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച പുതിയ കഥാകാഴ്ചകളുമായി വരുന്നത് വരെ ബൈ.